ഒരു സിനിമ കാണാൻ ഇറങ്ങിയതാ, മഴ ചതിച്ചു. പിന്നെ ബൈക്ക് ഒരു ചായക്കടയിൽ പാർക്ക് ചെയ്തിട്ട് ഹെൽമെറ്റും പിടിച്ചുകൊണ്ട് ഓട്ടോ കയറിപ്പോയി. ഓട്ടോ കയറി 5 മിനിറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മഴയുടെ ഒരു പൊടി പോലും ഇല്ല. അങ്ങനെ ഞങ്ങളെ മഴ വീണ്ടും ചതിച്ചു. ആക്ച്വലി ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് വരാൻ ലേറ്റായി. ആ സമയത്താണ് മഴ ചെറുതായിട്ട് നിൽക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ നമുക്ക് ബൈക്കിൽ തന്നെ പോകാമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് ഒരു കാല് വെച്ചതുള്ളൂ. അന്നേരത്തേക്ക് ഇത് ഓട്ടോ ബുക്കുമായി. എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇനി മുന്നോട്ട് ഇനി മഴ പെയ്താലോ എന്നുള്ള പേടിയിൽ ഞങ്ങൾ പിന്നെ ഓട്ടോ കയറി വരിക ചെയ്തത്. പിന്നെ ആകെപ്പാടെ ഒരു സമാധാനം ഈ ഒരു ബോർഡായിരുന്നു. ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വേണ്ടിയില്ലാത്തൊരു പാവ മനുഷ്യൻ. ബാക്കിലുള്ള ഓട്ടോകളൊക്കെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോവുമായിരുന്നു. അതുകൊണ്ടൊരു സംശയമില്ല, ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായി, സിനിമ തുടങ്ങുകയും ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആട്ടിൽ മുന്നേ രണ്ടും കൽപ്പിച്ച് ബൈക്കിൽ വന്ന 2 പേര് അവിടെ നേരത്തെ എത്തിയതും കൊണ്ട് എന്താ അവിടെ നടന്നെന്നുള്ളത് കിട്ടി. അങ്ങനെ പിന്നെ സിനിമയും കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി എടുത്ത് ഹെൽമെറ്റും പിടിച്ചുകൊണ്ട് തിരിച്ചു പോകാനുള്ള പ്ലാനുമായി. ചെറുതായിട്ടൊരു മഴ തൂങ്ങുന്നുണ്ടായിരുന്നു. ഇതാ 2 ഐറ്റംസ് ബൈക്കിൽ വന്നവർ. അവർ ബൈക്കിലും പോകുന്നു, ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. ഹെൽമെറ്റും കൊണ്ട് പല ഉപകാരമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഓട്ടോ എത്തി. സോന സോന ഞങ്ങൾ ലൊക്കേഷൻ കൊടുത്തത് ഞങ്ങൾ ബൈക്ക് വെച്ച് ആ ചായക്കടയായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനാണ് ബുക്ക് ചെയ്ത്. ടീ ഹൗസ് എന്നായിരുന്നു ആ ചായക്കട പേര്. ഞാൻ ടീ ഹൗസ് HSR എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു. പക്ഷെ ആ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ മനസ്സിലായി ഇത് വേറൊരു ടീ ഹൗസ് ആയിരുന്നു. ഡെസ്റ്റിനേഷൻ ചെറുതായിട്ട് മാറിപ്പോയി. നിങ്ങൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ടീ ഹൗസിലോട്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ട് നടന്നു. അവരുടെ തന്നെ ബ്രാഞ്ചാണ് രണ്ടിടത്തും. കാണാനും ഒരുപോലെയുണ്ട്. എന്താണെന്നറിയില്ല, ദിവസം മൊത്തം അവധായിരുന്നു. ചെറിയ തുള്ളി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ക്ലൈമാറ്റ് ആയിരുന്നു. പിന്നെ വൈനോട്ടൊരു ചായ. അങ്ങനെ ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ചുക്ക് കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റിങ്. പൊതുവെ പനിയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ടുള്ളത്. ഇതൊന്നും ഇല്ലാണ്ട് ഇന്ന് കുടിച്ചപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് മനസ്സിലാവുന്നത്. ചുക്ക് കാപ്പി പോയ വഴിയൊക്കെ നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തായാലും പനിയൊക്കെ വരാൻ ഏതെങ്കിലും ഒരു സൈഡിലുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തിരിച്ചു ഓടിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ചുക്ക് കാപ്പി കുടിച്ചിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ വിചാരിച്ച് ഐസ് സ്ട്രീറ്റിലോട്ട് പോയി. അവിടെ നിന്ന് പിന്നെ ഒരു മോമോസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഇന്നത്തേക്ക് എല്ലാവരും ഇവിടെ പറഞ്ഞ് നേരെ റൂമിലോട്ടും വിട്ടു.